കീം പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾ നൽകിയ അപ്പീലിന് സ്റ്റേ ഇല്ല. കീം പ്രവേശനത്തിൽ ഈ വർഷം ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. മറുപടി സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പുചേരുന്നു. അതായത് നന്ദൻ, കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളോട് കാട്ടിയ നീതി നിഷേധത്തിന് പരിഹാരം കാണാൻ സുപ്രീം കോടതിക്കുമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വർഷത്തെ പ്രവേശന നടപടികളിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം തന്നെ ഈ കേസ് 4 ആഴ്ചയ്ക്കകം വീണ്ടും പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ അതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയ പുതിയ സർക്കാർ പ്രസിദ്ധീകരിച്ച പുതിയ റാങ്ക് പട്ടിക അനുസരിച്ചാകും പ്രവേശനം എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നിലപാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെതിരെ അപ്പീൽ പോകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ നിയമ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നേനെ എന്നുള്ളതാണ് നിയമ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്നും കോടതിയിൽ ആവർത്തിച്ചത് തങ്ങൾ അപ്പീൽ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കീം പ്രവേശന പരീക്ഷ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമാക്കിയപ്പോഴും ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം വേണമെന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതായത് വരും വർഷങ്ങളിലെങ്കിലും പ്രവേശന നടപടികൾക്ക് സുതാര്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടി സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ആരാഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രധാനമായി നോക്കിക്കാണേണ്ടത്. കൃഷ്ണരാജ്. ശരി, കീം പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾ നൽകിയ അപ്പീലിന് സ്റ്റേ ഇല്ല. കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ്. സർക്കാർ മറുപടി സത്യവാങ്മൂലം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.